ഹായ്, ഞാൻ സുരയ്യ ഷാഫി. സുരയ്യാസ് ആർട്ടിസ്ട്രി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഉടനെ വരുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യവുമായിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗ്ലാസ് പെയിന്റ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് ചെയ്യാൻ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്നാലും കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഗ്ലാസ് തന്നെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ട്രാൻസ്പെറന്റ് ഷീറ്റ്, അതായത് OHP ഷീറ്റ് എല്ലാവർക്കും അറിയാം, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ട്രാൻസ്പെറന്റ് ഷീറ്റ് ഞാൻ ഫ്രീ ഡ്രോയിങ് ചെയ്യാനായിട്ട് ഒരു വൈറ്റ് പേപ്പർ A4 സൈസിൽ എടുത്തിട്ടുണ്ട്. A4ന്റെ തന്നെ OHP ഷീറ്റും എടുത്തിട്ടുണ്ട്. അപ്പൊ ഫ്രീ ഹാൻഡാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്കെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അമ്മമാർക്കോ ഒക്കെ പാരന്റ്സിനാണെങ്കിൽ വരച്ചു കൊടുക്കാം. ബട്ടർഫ്ലൈ പോലുള്ള കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ബേർഡ്സ്, സീനറി, എന്തും ചെയ്യാം. അപ്പൊ സേഫ് ആയിട്ട് ഗ്ലാസ് ഇല്ലാതെ ഈ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോ എല്ലാവരും ഇതിനായിട്ട് തയ്യാറെടുത്ത് വരൂ. ഞാൻ ഈ A4 പേപ്പറിലേക്ക് ഒരു ഫ്രീ ഡ്രോയിങ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ചിത്രങ്ങൾ ഇതിലേക്ക് വരച്ച് ചേർക്കാം. ഞാൻ ആ സൈസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. പൂക്കളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ കുട്ടികൾക്ക് ആദ്യമായിട്ട് പൂക്കൾ. ഞാൻ ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായി കാണാൻ വേണ്ടി പെൻ യൂസ് ചെയ്തിട്ടുണ്ട്. പെൻസിലിട്ട് വരച്ചു. അതിന്റെ പുറമെ ഞാൻ ബ്ലാക്ക് പെന്നും കൂടെ യൂസ് ചെയ്ത് വരച്ചിട്ടുണ്ട് കാണാനായി. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷീറ്റ് എടുക്കുക, ഒരു ന്യൂസ് പേപ്പർ ഒരല്പം തിക്കായിട്ടുള്ളത് എടുത്ത് അതിലേക്ക് ഫസ്റ്റ് ഈ പിക്ചർ വെക്കുന്നു. അപ്പൊ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ടിപ്പാണിത്. ഒരു കട്ടിയുള്ള ഒരു ന്യൂസ് പേപ്പർ എടുക്കണു, അതിലേക്ക് ആദ്യം ചിത്രം വെക്കുന്നു. അത് കഴിഞ്ഞ് അതിൽ കറക്റ്റായിട്ട് ഈ ട്രാൻസ്പെറന്റ് ഷീറ്റ് വെക്കുന്നു. ചെറിയ ടേപ്പ് ഇടയിൽ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ ആവുമ്പോൾ നമുക്കത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് മാറാതെ അവിടെ തന്നെ ഇരിക്കും. നമ്മൾ എങ്ങനെ എല്ലാം ഇത് അനക്കിയാലും അത് എവിടെയും മൂവ് ആയി പോവില്ല. ഇടയ്ക്ക് ടേപ്പ് കൊടുത്ത് പ്രസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത് ഡ്രോ ചെയ്യുന്ന സമയത്തും കുട്ടികൾക്കോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിക്കാനൊക്കെ ആണെങ്കിൽ ഈ ന്യൂസ് പേപ്പറിൽ തന്നെ ഇങ്ങനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗ്ലാസ് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഗ്ലാസ് പെയിന്റ് വാങ്ങുമ്പോൾ നമുക്ക് അതിൽ തന്നെ ഒരു ട്യൂബ് കിട്ടും, ലൈനർ. ആ ഒരു ട്യൂബ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം ഗ്ലാസ് പെയിന്റ് എന്താണ് എന്നുള്ളത്. അത് വേണ്ടുന്ന കളറൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് വരയ്ക്കാൻ പോവുകയാണ്. ചെറിയ ഒരു ടിഷ്യൂ പോലുള്ള എന്തെങ്കിലും ഒരു വേസ്റ്റ് മെറ്റീരിയലും കൂടി അടുത്ത് കരുതി ഇതൊന്ന് വരയ്ക്കാം. അപ്പൊ ഈ കാണുന്ന ഔട്ട്ലൈൻ ആണ് നമ്മൾ ഈ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ഈ പൂവ് വരച്ച് കാണിക്കുകയാണ്. ഇത് ഞാൻ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, കംപ്ലീറ്റ് ആയിട്ട് ഈ ലൈനർ ഇട്ട് ഇതിനെ ഡ്രോ ചെയ്തു. ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു 10-15 മിനിറ്റ്സ് നമ്മളൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി
വെച്ചേക്കണം. സഡൻ ആയിട്ട് എടുക്കരുത്. ഒരു 15 മിനിറ്റോളം നമുക്കതൊന്ന് ഡ്രൈ ആകാൻ വെക്കാം. അതിനുശേഷം അത് റിമൂവ് ചെയ്യണം. പ്ലെയിൻ വൈറ്റ് പേപ്പറിലേക്ക് ഡ്രോ ചെയ്ത ട്രാൻസ്പെറന്റ് ഷീറ്റ് വെച്ചു. ഇനി ഞാൻ അതിനെ ഒന്ന് ടേപ്പ് ഇത് മൂവ് ചെയ്യാതെ ഒരു 2-3 സ്ഥലത്ത് പഴയതുപോലെ തന്നെ ടേപ്പ് ഒന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വീണ്ടും നമുക്ക് കണ്ടോ അത് മൂവ് ചെയ്യില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്കത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫിക്സ് ചെയ്തു. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഗ്ലാസ് കളേഴ്സ് ആണ് സാധാരണ കിട്ടുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇതാണ്. ഇതിൽ റെഡ് എനിക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ നിങ്ങളും അതുപോലെ നിങ്ങൾക്ക് മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള കളറ് എടുത്തു കൊടുക്കുക. ഇതാകുമ്പോ കുട്ടികൾക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോ വലിയൊരു ഫ്ലവറിലേക്കാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത്. ഈ നോബ് വെച്ച് തന്നെ അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലൈനറിൽ ചേർത്തിടുക. ഇതാകുമ്പോൾ കുട്ടികൾക്ക് ബ്രഷ് ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു നോബുള്ള ഒരിത് വാങ്ങിയാൽ മതി. അപ്പൊ ഇതിൽ ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്കൊരു ടൂത്ത് പിക്ക് പോലെയൊക്കെ എടുത്തിട്ട് അതിനെ ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ ആ ബബിളെല്ലാം മാറി കിട്ടും. ഇതിന്റെ സെന്ററിലൊക്കെ നമുക്ക് വേറെ കളർ കൊടുക്കാം. പുറത്തേക്കൊന്നും സ്പ്രെഡ് ആകാതെ കുറച്ചൊന്ന് സൂക്ഷിച്ചാൽ മതി. ഇവിടെയും നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് പുറത്തേക്കൊക്കെ വീഴുകയാണെങ്കിലും നമ്മൾ അതൊന്ന് എടുത്ത് മാറ്റാൻ പറ്റും കേട്ടോ. അതിനെല്ലാത്തിനും നമുക്ക് ബഡ്സോ ടൂത്ത് പിക്കോ പോലുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കത് മാറ്റാൻ പറ്റും, റബ്ബ് ചെയ്തിട്ട്. കണ്ടോ ഇപ്പൊ ക്ലീൻ ആയി. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിത്രങ്ങൾ ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫ്ലവർ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സെന്ററിൽ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളറുകൾ കൊടുക്കാം. ഞാൻ എൻ്റെ കളറ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ലീഫിനും ഫ്ലവറിനും നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് കൊടുത്തത് ഫില്ല് ചെയ്യാം. ഇനി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും കൂടി കളർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, വേണ്ട എങ്കിൽ അത് ലീവ് ചെയ്യാം. എന്തായാലും ഇത് ഡ്രൈ ആകാനായിട്ട് ഒരു 1 ഡേ വേണം. ആ ഒരു 1 ഡേ നമ്മൾ കീപ്പ് ചെയ്യുക, അതിനുശേഷം മാത്രം റിമൂവ് ചെയ്യുക. ഞാനിപ്പോ ഏകദേശം ഇത് കഴിയാറായിട്ടുണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചെയ്യുന്നത് അക്രിലിക് പെയിന്റ് വെച്ചിട്ടാണ്. ഞാനിപ്പോ കൊടുത്തിരിക്കുന്ന ഒരു റോയൽ ബ്ലൂ ആണ്. നിങ്ങൾക്കിത് ബ്ലാക്കോ അല്ലെങ്കിൽ ഗ്ലാസ് പെയിന്റോ അക്രിലിക്കോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ വെച്ച് ഇത് ഫില്ല് ചെയ്യാം. ഇനി ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ അത്ര ഇഷ്ടമില്ല എങ്കിൽ ചാർട്ട് പേപ്പർ വെച്ച് കൊടുക്കാം, വൈറ്റ് പേപ്പർ വെച്ച് കൊടുക്കാം, വെറുതെ വോളിൽ ഫിക്സ് ചെയ്യാം. അതുമല്ല എങ്കിൽ ഫോയിൽ പേപ്പർ, പണ്ടത്തെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്, ഫോയിൽ പേപ്പർ വേണമെങ്കിൽ വെച്ചു കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിന്. ഞാനിതിൽ ബാക്ക്ഗ്രൗണ്ട് പെയിന്റ് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്, അക്രിലിക് പെയിന്റ്. ഈ ഗ്ലാസ് പെയിന്റിന്റെ ബ്ലാക്ക് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, ട്രാൻസ്പെറന്റ് ആയിട്ട് മതിയെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഞാനിത് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ എല്ലാ സ്ഥലവും ഫില്ല് ചെയ്തു. ഇനി ഇത്
നന്നായി ഡ്രൈ ആകണം. അതിന് 1 day തന്നെ നമുക്ക് വേണം. അപ്പൊ അതിന് ശേഷം മാത്രം ഇത് റിമൂവ് ചെയ്യുക. ഇഷ്ടാനുസരണം ഫ്രെയിം ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. അപ്പൊ കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദേ എങ്ങനെയുണ്ട് നമ്മുടെ ഗ്ലാസ് പെയിന്റ്? അടിപൊളിയല്ലേ? അപ്പോ ഇതുപോലെ എല്ലാ മക്കളും ചെയ്യുക. പാരന്റ്സ് അവർക്ക് വേണ്ട ചെറിയ ഗൈഡൻസ് ഒക്കെ കൊടുക്കുക. അതിനുശേഷം മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചെയ്തിട്ട് ഇതിന്റെ പിക്ചർ എനിക്ക് FB വഴിയോ മെസ്സഞ്ചർ വഴിയോ ഒക്കെ സെൻഡ് ചെയ്ത് തരിക. വാട്സപ്പ് വഴിയോ സെൻഡ് ചെയ്ത് തരിക. അപ്പോഴേക്കും നമുക്കത് FBയിൽ അത് നമുക്ക് ഇടാൻ പറ്റും. അപ്പൊ എല്ലാവരും ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം. കമന്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യില്ലേ? അടുത്ത ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ എന്ന് പറയുന്നതും വളരെ താമസിയാതെ വരുന്നതാണ്. എന്നാലും ഇനിയുള്ള 1-2 വീഡിയോ നമ്മളുടെ വലിയ ആൾക്കാർക്കായിട്ട് വരാം. അപ്പോൾ എല്ലാ ലേഡീസും ആഗ്രഹിക്കുന്ന ഒരു ഐറ്റം, ഇത് എൻ്റെ വീട്ടിൽ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരു ഐറ്റവുമായിട്ടാണ് ഞങ്ങൾ അടുത്ത വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1-2 വീഡിയോയ്ക്ക് ശേഷം ഞാൻ കുഞ്ഞു മക്കൾക്കായി വീണ്ടും വരുന്നു. അന്ന് നിങ്ങൾ എന്താ കരുതേണ്ടത്? നിങ്ങളുടെ ഒരു ടീഷർട്ട്, പ്ലെയിനോ അല്ലെങ്കിൽ ടോപ്പ് അല്ലെങ്കിൽ ഷോർട്സ്, നിക്കർ, എന്ത് വേണമെങ്കിലും ആവാം, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് ചെയ്ത് എടുത്തു വെക്കുക. അതിലേക്കാണ് ഞാൻ ഇനി അടുത്ത മക്കൾക്കായിട്ടുള്ള ഒരു പാർട്ടുമായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഐറ്റം ആയിട്ടാണ് അടുത്ത് ഞാൻ വരുന്നത്.